ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലെന്ന് ജയിൽ അധികൃതർ. അട്ടക്കുളങ്ങര ജയിലിനകത്തും കൂസലില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജീവിതം. വൈകാതെ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മ സഹതടവുകാരോട് പങ്കുവച്ചതായി അധികൃതർ പറയുന്നു. 3 കൊലപ്പുള്ളികളും ഒരു പോക്സോ കേസ് പ്രതിയുമാണ് ഗ്രീഷ്മയുടെ സെല്ലിനകത്തുള്ളത്. ആദ്യ ദിവസം ഗ്രീഷ്മയെ കാണാൻ ആരും ജയിലിൽ എത്തിയിരുന്നില്ല. എന്നാൽ ഇന്നലെ അച്ഛനും അമ്മയും കാണാൻ എത്തിയെങ്കിലും ഗ്രീഷ്മയുടെ മുഖത്ത് ഭാവവ്യത്യാസമുണ്ടായില്ല. ഗ്രീഷ്മയോട് സംസാരിക്കുന്നതിനിടെ അച്ഛനും അമ്മയും പലതവണ പൊട്ടിക്കരഞ്ഞുവെങ്കിലും ഗ്രീഷ്മ കരയുകയോ കുറ്റബോധം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ലെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഗ്രീഷ്മയ്ക്ക് വസ്ത്രങ്ങൾ നൽകിയ ശേഷമാണ് അച്ഛനും അമ്മയും മടങ്ങിയത്. അച്ഛനും അമ്മയും മടങ്ങിയ ശേഷവും ഗ്രീഷ്മയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. മറ്റു പ്രതികളെ അപേക്ഷിച്ച് ഗ്രീഷ്മ ഭയങ്കര ബോൾഡാണ് എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തൽ. വധശിക്ഷ വിധിച്ചിട്ടും ജീവിതം അവസാനിച്ചുവെന്ന തോന്നൽ ഗ്രീഷ്മയ്ക്കില്ല. ഈ തൂക്കുകയർ തന്റെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ കഴിയുന്നത് എന്ന് സഹതടവുകാരും പറഞ്ഞതായാണ് വിവരം. ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയാണ് ഗ്രീഷ്മ പലരോടും പങ്കുവെക്കുന്നത്. വിധി വരുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ നാളുകളിൽ 11 മാസം ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ജയിലും അവിടുത്തെ ജീവനക്കാരെയുമെല്ലാം ഗ്രീഷ്മയ്ക്ക് നല്ല പരിചയമാണ്. ഒറ്റപ്പെട്ടുപോയ തോന്നലൊന്നുമില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജീവിതം. വിധി കഴിഞ്ഞുള്ള ആദ്യ ദിവസമായതുകൊണ്ട് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും നൽകിയിട്ടില്ല. മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത്. എന്നാലിപ്പോൾ ഇങ്ങനെയുള്ളവർ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിക്കുന്നത്. സെല്ലിനകത്ത് ചിത്രം വരച്ച് കഴിയുകയാണ് ഗ്രീഷ്മ. നേരത്തെ ജയിലിൽ കഴിയുന്ന സമയത്തും ജയിലിലെ കലാപരിപാടികളിലെല്ലാം ഗ്രീഷ്മയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും ലഭിക്കും. പക്ഷേ ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകും. വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല. ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് കേസ് പരിശോധിക്കണം. ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് തെളിഞ്ഞതോടെയാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിലെത്തിച്ചത്. ശിക്ഷിക്കപ്പെട്ടതിനാൽ ഇനി ജയിലിലെ ജോലികൾ ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വരും. ഭക്ഷണപ്പുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ജോലി. ഗ്രീഷ്മയുടെ താൽപ്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ജോലിക്ക് നിയോഗിക്കുക.